സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മാത്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ മാത്സിൽ കൂടുതൽ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ചിത്രങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ വന്നാൽ എല്ലാവർക്കും അതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ചധികം ചോദ്യങ്ങൾ ഇന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാത്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കാറ്റഗറി 1ന് നിങ്ങൾക്ക് മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ 2ലും മാത്സ് ഓപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, എല്ലാത്തിലും നമ്മൾ പറയുന്ന പോലെ തന്നെയാണ്, ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോഴും അത് എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ആദ്യം നിങ്ങൾ ശ്രമിക്കണം. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് അത് നിങ്ങൾ വെരിഫൈ ചെയ്യാനായിട്ട് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതാ ഇവിടെ പറഞ്ഞ ഇങ്ങനെയാണ്: L1, L2, L3 എന്നീ വരകൾ സമാന്തരമാണ് എങ്കിൽ x സൂചിപ്പിക്കുന്ന കോണളവ് എത്രയാണ് എന്നാണ് ചോദിച്ചത്. അതായത് in this picture L1, L2 and L3 are parallel lines. Then the angle denoting x, or find the angle denoting x. Okay, അപ്പോൾ x നെ ഡിനോട്ട് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, അല്ലെങ്കിൽ x ഡിനോട്ട് ചെയ്യുന്ന ആംഗിൾ, ഇവിടെയുള്ള കോൺ അളവ് എത്രയാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പറയാനായിട്ട് പറ്റും. ഓപ്ഷൻ തന്നിട്ടുണ്ട്, താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 110, 110, 120, 90, 100, 100 അല്ലേ. 110, 120, 90 and 100 എന്നിങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ആൻസർ വരിക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഉറപ്പാണ് ചില ആളുകളെങ്കിലും ഇപ്പോൾ 90 ആണ് എന്ന് തോന്നിയിട്ടുണ്ടാവും, മനസ്സിൽ 90 ആണ് എന്ന് തോന്നിയവരുണ്ടാവും. കാരണം ഇവിടെ ഇങ്ങനത്തെ ഈ ഒരു സൈൻ കാണുന്നതുകൊണ്ട്, ഇങ്ങനെ ഒരു സൈൻ വന്നതുകൊണ്ട് അത് 90 ആണ്, റൈറ്റ് ആംഗിൾ ആണ് എന്നുള്ള രീതിയിൽ 90 ഡിഗ്രി ആണ് എന്ന് തോന്നിയവരുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കുക, ആ ആൻസർ ശരിയല്ല, തെറ്റാണ്. അപ്പോൾ അത് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എന്താ ആൻസർ വരിക? നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഇത് 3 ഇപ്പോൾ സമാന്തര വരയാണെങ്കിൽ നമ്മളിപ്പോൾ അതിൽ ഞാനിപ്പോൾ ഇതാ 2 സമാന്തര വരകളെ തമ്മിൽ യോജിപ്പിച്ച് ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അങ്ങനെ 2 സമാന്തര വരകളെ യോജിപ്പിച്ച് ഞാൻ ഒരു വര വരച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ഈ 2 സമാന്തര വരയാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ അതിന് ഈ ഒരു കോണും ഈ ഒരു കോണും എപ്പോഴും തുല്യമായിരിക്കും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഇപ്പുറത്തുള്ള കോണും അതിന്റെ നേരെ ഇപ്പുറമുള്ള കോണും ഈക്വൽ ആയിരിക്കും. മനസ്സിലാവുന്നല്ലോ? ആ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ് ഉണ്ടാവുക. ഇനി നിങ്ങൾ ഇങ്ങനെ സെഡ് എന്നുള്ള ഒരു ഷേപ്പ് മാത്രം ഓർത്താൽ മതി. ഒരു സെഡ് എടുക്കുവാണെങ്കിൽ സെഡ് ഈ 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഇങ്ങോട്ട് മാത്രം ഇതിപ്പോ ഒരു സെഡ് ഷേപ്പിലുള്ളത്, ഒരു സെറ്റിനെ തിരിച്ചിട്ട പോലെയുള്ളത്, അല്ലെങ്കിൽ N എന്ന് പറയുന്ന ലെറ്റർ ഉള്ളത്, എന്തോ ആവാം. അങ്ങനെ ആ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ആംഗിൾ ഒക്കെ ഈക്വൽ ആയിരിക്കും എന്നുള്ള നോളജ് മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഏറ്റവും ബേസിക് ആയിട്ട് അങ്ങനെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോ. ഇവിടെ നോക്കിയാൽ അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഒരു വരയെ നമ്മളിതാ മറ്റൊരു വര കൊണ്ട് ഇങ്ങനെ വരച്ചാൽ ഇവിടെ എന്താണ്, 2 കോണുകൾ കിട്ടും അല്ലേ. ഒരു വരയെ മറ്റൊരു വര കൊണ്ട് നമ്മൾ ഇങ്ങനെ കൂട്ടിമുട്ടിക്കോ ഒക്കെ ചെയ്താൽ അവിടെ 2 കോണുകൾ കിട്ടും. അതിന് നമ്മൾ രേഖീയ ജോഡികൾ അഥവാ ലീനിയർ പെയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ 2 കോണുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. അതായത് ഒരു രേഖീയ ജോഡികളുടെ ആംഗിൾ എപ്പോഴും സപ്ലിമെന്ററി ആയിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രിയാണ്, അനുപൂരകമാണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി നോക്കുക. 180 ഡിഗ്രി കേട്ടോ. ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ അനുപൂരകമായിരിക്കും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സപ്ലിമെന്ററി എന്നൊക്കെ നമ്മൾ പറയും. ആ ഐഡിയയും കൂടി ഉണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. നോക്കിയേ, ഇവിടെ ഇതൊരു വരയാണ്. ഇതാണ് ഒരു വരയായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഒരു വര. ആ വരയെ ഇങ്ങനെ മുറിച്ചുകൊണ്ട് മറ്റൊരു വര ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു വര ഇങ്ങനെയുണ്ട്, മറ്റൊരു വര ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും? ഇതൊരു രേഖീയ ജോഡിയല്ലേ. ഈ ഒരു വര ഈ ഒരു രേഖയാണ്, അതിനെ 2 കോണുകളായിട്ട് മാറ്റുന്നു. അപ്പൊ ഈ രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും നിങ്ങൾ പഠിച്ചു. അപ്പൊ ഇതിൽ ഒരു കോൺ ഇവിടെ 120 തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ മറ്റേത് ഉറപ്പായിട്ട് എത്രയായിരിക്കും? രണ്ടും കൂട്ടിയാൽ 180 ആവണം. അപ്പൊ ഒന്ന് 120 തന്നതുകൊണ്ട് മറ്റേത് കിട്ടാൻ 180 നിന്നും ആ 120 കുറച്ചാൽ മതി, ആൻസർ 60 ഡിഗ്രി എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ നോക്കുക, 120ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 180 ആവുക എന്ന് നോക്കുക, അപ്പോഴും 60 കിട്ടും. അപ്പോൾ മനസ്സിലായി, ഇവിടെയുള്ള കോൺ 60 ഡിഗ്രിയാണ്. നമുക്ക് അതിന്റെ എല്ലാ ആവശ്യം. ഇനിയാണ് ഞാൻ പറഞ്ഞ മറ്റേ സെഡ് ഷേപ്പ് നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടതാ. സെഡിന്റെ ഒരു വര നേരെ ഇങ്ങോട്ട് വന്ന് സമാന്തര വരയാണ്, മറ്റൊരു വര ഇങ്ങോട്ടേക്ക് നേരത്തെ നിങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്, മൂന്നാമത്തെ വര നേരെ താഴോട്ടേക്ക് വന്നു. അതായത് ഒരു N തിരിച്ചിട്ട പോലെ, അല്ലെങ്കിൽ സെഡിനെ തിരിച്ചു വെച്ച പോലെ നിങ്ങൾ കാണും. അങ്ങനെയുള്ളതിൽ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പുറത്തുള്ളത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇതിനുള്ളിലുള്ള ഈ ചെറിയ പീസ് മാത്രം, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ മാത്രം, ഇവിടെ നിന്ന് മുതൽ ഇങ്ങോട്ട് വരെ മാത്രം ഉള്ള കോണിന്റെ അളവ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 60 ഡിഗ്രിയാണ് ഉണ്ടാവുക. നമ്മുടെ x എന്ന് വെച്ചാൽ രണ്ടും കൂടി ചേർന്നാണ്. അപ്പൊ ഇപ്പുറത്ത് ബാക്കിയുള്ളതും കൂടി നമുക്ക് കിട്ടണം, എന്നാലേ കാര്യമുള്ളൂ. അത് കിട്ടാൻ നേരെ ഓപ്പോസിറ്റ് വരിക. ഇപ്പൊ പറഞ്ഞ അതേ കൺസെപ്റ്റിനാണ്. ഒരു വര ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, ആ വരയെ മുറിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരു വര പോയി, അതിലെ ഒരു കോണ് 140 ആണ്. അപ്പൊ മറ്റേ കോണ് കിട്ടാൻ ഒരു പണിയുമില്ല. 180 നിന്നും 140 കുറച്ചാൽ മതി. 180 നിന്നും 140 കുറച്ചാൽ അറിയാം 40 ഡിഗ്രിയാണ് വരിക അല്ലെ. അല്ലെങ്കിൽ 140ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 40 ആവുമെന്ന് നോക്കുക, അപ്പോഴും കിട്ടും 40 ആണ് വരിക. അപ്പൊ ഇത് 40 ഡിഗ്രി കിട്ടും.
ഇത് 40 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നേരെ സെറ്റ് ഷേപ്പ് ഇതാ ഒരു വരി ഇങ്ങനെ വന്നു മറ്റൊരു വരി ഇങ്ങോട്ട് പോയി മൂന്നാമത്തെ ഇങ്ങോട്ട് വന്നതാ ഇങ്ങനെ വന്നു ഇങ്ങോട്ട് പോയി ഇങ്ങനെ വന്നു അപ്പോൾ എന്താണ് ഇത് 40 ആണെങ്കിൽ ഇവിടെയുള്ള ബാക്കിയും എത്ര തന്നെയായിരിക്കും 40 തന്നെയായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഇവിടുന്ന് പറയാം therefore total angle of x or x ന്റെ ആകെ കോണളവ് എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടണം 60 ഉം 40 ഉം കൂട്ടിയാൽ മതി അതായത് 60 40 കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടും 100 ഡിഗ്രി ഇനി ഇങ്ങനെയൊന്നും ചെയ്യണ്ട ഇത് 120 ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും ഇത് 60 ആയിരിക്കും ഈ 60 ഉം ഈ 40 ഉം കൂട്ടിയാലും ഇവിടെ നടുക്കുള്ള ആംഗിൾ തന്നെയാണ് കിട്ടുക ഓക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ചെയ്തവരുണ്ടാവും എങ്ങനെ പോയാലും നമ്മുടെ ആൻസർ വരുന്നത് 100 ആണ് 100 ഡിഗ്രി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടി മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് സിമ്പിൾ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഇതാ ഇങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് ഇതാ ഒരു ചതുരം കാണും അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ കാണുന്നുണ്ട് അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ത്രികോണം കാണും ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണും അതിന് ഇതാ ഓരോ സൈഡ് എ ബി സി ഡി എന്നൊക്കെയുള്ള പേരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു പോയിന്റ് അവർ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പി ആണ് ഇനി ഇതാ ഇതിന്റെ നീളം ചതുരത്തിന്റെ നീളം അല്ലെങ്കിൽ ലെങ്ത് 8 സെന്റിമീറ്റർ അതുപോലെ ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞ കാര്യം ചിത്രത്തിൽ എ ബി സി ഡി ഒരു ചതുരമാണ് നമുക്കറിയാം ചതുരമാണ് എ പി 8 ആണ് അതുപോലെ എ ഡി 4 ആണ് അത് നമ്മളിപ്പോൾ പറഞ്ഞു ത്രികോണം എ പി ബിയുടെ പരപ്പളവ് എത്രയാണ് അതായത് ഇൻ ദിസ് പിക്ചർ ഫൈൻഡ് ദി ആംഗിൾ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ പി ബി എന്നാണ് പറഞ്ഞത് തന്നിരിക്കുന്ന ചിത്രത്തിൽ എ പി ബി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ പിന്നെ ആകെ പരപ്പളവ് അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഏരിയ പരപ്പളവ് മീൻസ് ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചത് സിമ്പിൾ അല്ലേ ഇതിലധികം ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല വളരെ എളുപ്പത്തിൽ കിട്ടും എന്താണ് ഓപ്ഷൻ ഒക്കെ തന്നിട്ടുണ്ട് നോക്കിയേ 16 32 12 24 എന്നൊക്കെ തന്നിട്ടുണ്ട് അതിലേക്ക് ഒന്നും ഇപ്പോൾ പോകണ്ട നിങ്ങൾക്കറിയാം ഒരു ത്രികോണം കിട്ടിയാൽ അതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏരിയ ഈക്വൽ ടു അല്ലെങ്കിൽ പരപ്പളവ് ഈക്വൽ ടു പരപ്പളവ് കിട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ ഫോർമുല വരിക വളരെ എളുപ്പത്തിൽ കിട്ടും അര ഇൻറ്റു ബി ഇൻറ്റു എച്ച് ദാറ്റ് ഈസ് ഹാഫ് ബി എച്ച് ഓർ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ അര ഗുണിക്കണം പാദം ഗുണിക്കണം ഉയരം ഇനി ഈ ചിത്രത്തിലേക്ക് വന്നാൽ മനസ്സിലാവും ഈ ത്രികോണത്തിന്റെ ബേസ് എന്ന് വെച്ചാൽ ഇവിടം മുതൽ നേരെ ഇത്ര വരെയല്ലേ അതായത് നമ്മുടെ ചതുരത്തിന്റെ ഒരു നീളവശമാണ് ഒരു വശമാണ് ഇവിടെ മറ്റേ ത്രികോണത്തിന്റെ ഒരു പാദവശമായി വന്നിരിക്കുന്നത് സിമ്പിൾ അല്ലേ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി പാദം എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ് ഇവിടുന്ന് കിട്ടി ഉയരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്നും എതിർവശത്തേക്കുള്ള ലംബ ദൂരമാണ് ഉയരം ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ് is a perpendicular distance from a vertex to the opposite side എന്നാണ് പറയുക okay the perpendicular distance from a vertex to the opposite side that is height is a perpendicular height of this given triangle APB is the perpendicular distance from the vertex P to the opposite side AB എന്ന് നമുക്ക് പറയാം okay so നമുക്ക് എന്ത് മനസ്സിലായി ഇതാണ് നേരെ straight ആയിട്ട് ലൈൻ വരക്കുക ഇതാണ് perpendicular ആയിരിക്കണം ലംബമായിരിക്കണം ഒരു മൂലയിൽ നിന്നും എതിർവശത്തേക്കുള്ള ലംബ ദൂരമാണ് ഉയരം അപ്പോൾ നമുക്ക് ലംബമായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു അപ്പോൾ അതിന്റെ നീളം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടൂലേ എങ്ങനെ കിട്ടും ഒരു സംശയം വേണ്ട ഇതേ നീളം തന്നെയാണല്ലോ ഇവിടെ മുതൽ ഇങ്ങോട്ട് തന്നിരിക്കുന്നത് അല്ലേ ഇതാ ഇവിടുന്ന് പി നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ച ലംബ ദൂരം തന്നെയാണ് ഈ ചതുരത്തിന്റെ ഒരു വീതി വശമായി തന്നിരിക്കുന്ന 4 സോ നിങ്ങൾക്ക് ഹൈറ്റ് അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ഒന്നും കിട്ടി ഇനി ഒന്നും നോക്കണ്ട കണ്ണും കൂട്ടി ആ തന്നിരിക്കുന്ന ഫോർമുല അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ആൻസർ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ദാറ്റ് ഈസ് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബിക്ക് പകരം 8 കൊടുക്കുക എച്ചിന് പകരം 4 കൊടുക്കുക രണ്ട് രീതി ചെയ്യാം ഒന്നെങ്കിൽ 8 ഗുണിക്കണം 4 32 ആണ് അതിനെ അര കൊണ്ട് ഗുണിച്ചാൽ 16 എന്ന് കിട്ടും അല്ലെങ്കിൽ അരയെ 8 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അതിന്റെ പകുതി 4 കിട്ടും 4നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 കിട്ടും എങ്ങനെ പോയാലും ആൻസർ 16 ആണ് ഇവിടെ യൂണിറ്റ് ഒന്നും ഓപ്ഷൻ തന്നിരിക്കുന്നില്ല യൂണിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ ചതുരശ്ര സെന്റിമീറ്റർ ആണ് വരിക അപ്പോൾ നമ്മുടെ ആൻസർ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു 16 ആണ് 16 ആണ് ഓക്കെ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ഇതേ ചോദ്യം തന്നെ ഇങ്ങനെ തന്നിട്ട് ഒരു ചതുരം ത്രികോണം കൂടെ തരുവേ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു വര അവർ വരച്ചിട്ടുണ്ടാവും ഇതിന്റെ ഒരു മൂലയ്ക്ക് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര വരച്ചിട്ടുണ്ടാവും മറ്റൊരു വര നേരെ അപ്പുറത്തെ ബി എന്ന് പറയുന്ന മൂലയിലേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയാണ് അങ്ങനെയാണെങ്കിൽ ഇതിലെ ഒന്നാമത്തെ ത്രികോണത്തിന്റെ കറുത്ത ഷെയ്ഡ് ചെയ്ത ത്രികോണത്തിന്റെ പരപ്പളവ് ഒരു 20 ആണെങ്കിൽ ഇവിടെ നീല കൊണ്ട് ഷെയ്ഡ് ചെയ്ത ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാടാ എന്ന് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഏരിയ എത്ര അപ്പോഴും മനസ്സിലാക്കുക രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിൽ അതിലിതാ ഒരേ പാദം അല്ലെങ്കിൽ ബേസ് ആയി എടുത്തുകൊണ്ട് നമ്മൾ എത്ര ത്രികോണങ്ങൾ ഇങ്ങനെ വരച്ചു കൂട്ടിയിട്ടാലും അതിന്റെ ഒക്കെ പരപ്പളവ് എന്ത് തന്നെയായിരിക്കും എല്ലാം സെയിം ആയിരിക്കും 9ാം ക്ലാസ്സിലെ ഏരിയ എന്ന് പറയുന്ന ചാപ്റ്റർ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ടിനും സെയിം തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതിലേക്ക് പോട്ടെ ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ തേർഡ് ക്വസ്റ്റ്യൻ ഇതാ ഈ തന്നിരിക്കുന്നതിന് തുല്യമായത് ഏതെന്നാണ് അതായത് ഫൈൻഡ് ദ ആൻസർ എന്നേ പറയുന്നുള്ളൂ ഇത് തന്നിരിക്കുന്നതിന്റെ ആൻസർ എത്രയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് അത് എല്ലാം കൂടി നിങ്ങൾ സോൾവ് ചെയ്താൽ ആൻസർ എത്ര വരും എന്നാണ് ചോദിച്ചത് കിട്ടിയവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറയുക അല്ലാത്തവർ പെട്ടെന്ന് കിട്ടാനായിട്ട് ശ്രമിക്കുക ഓക്കെ എന്താ വരുക
ആൻസർ എത്ര വരിക? അവിടെ തന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 മൈനസ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 1/2 പ്ലസ് 1/4 എത്രയാണെന്നല്ലേ ചോദിച്ചത്. ഇത് നിങ്ങൾക്ക് മെന്റൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ മൈൻഡ് കാൽക്കുലേഷൻ വെച്ച് നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. കാണിച്ചു തരാം, നോക്കിക്കോ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും ബ്രാക്കറ്റിനുള്ളിൽ എന്തെങ്കിലും തന്നാൽ, നമ്മുടെ ബോർഡ് മാസ്റ്റർ റൂൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. കേട്ടറ്റിന്റെ മാത്സ് എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് ക്ലാസ്സുകളൊക്കെ ചെയ്തിയാണ്. അപ്പൊ അത് പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതായത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താണോ കൊടുത്തത് അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം, എന്നിട്ടേ ബാക്കി ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാൻ പോകുമ്പോൾ ഇത് നിങ്ങൾ പിന്നെ അര കൂട്ടാനും കാലിനും അരയൊന്നും കൂട്ടാനും കുറക്കാനും ഒന്നും പോകണ്ടേ. കണ്ടാൽ തന്നെ മനസ്സിലാവും നോക്കി, ഇത് അരയാണ് മറ്റേത് കാലാണ് അല്ലെ. അരയും കാലും കൂട്ടി എത്ര വരിക? നിങ്ങൾക്ക് തന്നെ അറിയാം, അരയും കാലും കൂട്ടിയാൽ കാല് എന്ന് വെച്ചാൽ അരയുടെ പകുതിയാണ് കാല്. അപ്പൊ അരയും കാലും കൂട്ടിയാൽ മുക്കാലാണ്, നിങ്ങൾക്കറിയാം മുക്കാൽ. അപ്പൊ ഇതിന്റെ മൊത്തത്തിൽ ആൻസർ മുക്കാലാണ്. അപ്പൊ ഒരു ഒന്നിന്ന് മുക്കാൽ കുറച്ചാൽ എത്ര വരും എന്ന് നിങ്ങൾക്കറിയാം. ഒന്നിന്ന് മുക്കാൽ പോയാൽ എത്ര വരും? കാല് വരും അല്ലെ, കാല് വരും. അത്രയേ ഉള്ളൂ. മുക്കാലും കാലുമാണ് ഒന്ന്. അങ്ങനെ ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ബി ആണെന്ന് പറയാൻ പറ്റും. ഇനി അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് നോക്കുക. അതായത് ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. ഓക്കെ, അതായത് ഇതിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഈ സാധനം മാത്രം എത്ര വരുമോ എന്ന് നോക്കുക. നോക്കാം നമുക്ക് എത്ര വരുക. ഇതാ 1/2 പ്ലസ് 1/4 ആണ്. നിങ്ങൾ എല്ലാം ഫ്രാക്ഷൻ പഠിച്ചവരാണ്. അപ്പോൾ 1/2 പ്ലസ് 1/4 വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടിന്റെ LCM എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നേരെ ഇതിന് ഇങ്ങോട്ട് ഗുണിക്കുക. 1 into 4 എന്ന് വെച്ചാൽ 4 ആണ്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. ഇതിന് നേരെ മറ്റേത് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് 1 into 2 എന്ന് വെച്ചാൽ 2 ആണ്. ഇതൊക്കെ നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ക്ലാസ് ചെയ്തതാണ്. ചെയ്തു ബൈ ബൈ വരക്കുക. ഇതാ ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 2 ഗുണിക്കണം 4 8 ആണ്. അപ്പൊ ആൻസർ വരുന്നത് 6/8 ആണ്. ഒന്നും കൂടി ചെറുതാക്കിയാൽ 6ന്റെ പകുതി 3, 8ന്റെ പകുതി 4. രണ്ടിനും ഒരുപോലെ ചെറുതാക്കണം, എന്നാലേ പറ്റൂ. അപ്പൊ 3/4. 3/4 വെച്ചാൽ 4ൽ 3 ഭാഗം, അതായത് മുക്കാല് കിട്ടിയല്ലോ. ഇനി നിങ്ങൾ എന്താ, ഇതിന്റെ ആൻസർ മുക്കാലാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇതാ ഒന്നിൽ നിന്നും ഇതിന്റെ ആൻസർ ഇപ്പൊ മുക്കാലിന് കിട്ടി. അപ്പൊ 1 നിന്ന് 3/4 നിങ്ങൾ കുറച്ചാൽ മതി. 1ൽ നിന്ന് മുക്കാല് കുറക്കണം, ആൻസർ എന്ത് വരും? 1 കുറക്കണം 3/4. അതിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ആദ്യം ഇവരെ രണ്ടിനെയും കൂടി ഗുണിക്കുക. 1 ഗുണിക്കണം 4 എന്ന് വെച്ചാൽ 4 ആണ്. ഇവിടെ കുറക്കലായതുകൊണ്ട് കുറക്കാൻ എഴുതുക. ഇവിടെ 3 ആയതുകൊണ്ട് ആ 3 അതുപോലെ എഴുതുക. ബൈ 4. ഇത്രയേ പണിയുള്ളൂ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. നോക്കിയേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 നിന്ന് 3 പോയാൽ 1 ആണ്. 1/4 ആൻസർ വരും. ദാറ്റ് ഈസ് കാല്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് കാലാണ്. കാൽ മീൻസ് 1/4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ അതിനൊന്നും നിൽക്കണ്ട. ഞാൻ പറഞ്ഞു അരയും കാലും കൂട്ടിയാൽ മുക്കാല്, 1 മുക്കാല് പോയാൽ കാല്. അത്രയേ ഉള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണ്? ഓക്കെ, ബഹുഭുജം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം പോളിഗൺ ആണ്. ഇവിടെ പറഞ്ഞത് ഏതോ ഒരു പോളിഗൺ ഉണ്ട്, അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡയഗണൽസ്. ഓക്കെ, സൈഡ്സും ഡയഗണലും നിങ്ങൾക്ക് രണ്ടും അറിയാം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് സൈഡ്സ് അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ്. ഡയമീറ്റർ അല്ല, ഡയഗണൽ ആണ്. ഡയഗണൽസ് ഇത് രണ്ടും ഈക്വൽ ആയി വരുന്ന പോളിഗൺ ഏതാണെന്നാണ് ചോദിച്ചത്. പോളിഗൺ എന്ന് വെച്ചാൽ ഭുജം. ഓക്കെ, ഇത് ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എന്താണ് എന്നുള്ള ഐഡിയ കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാനിതാ ഒരു പോളിഗൺ വരക്കുവാണ്. ഇതാണ് ഒരു പോളിഗൺ. ഇതിന്റെ പേരാണ് ചതുരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചതുരം, റെക്ടാങ്കിൾ. അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വശങ്ങളുണ്ട്, സൈഡ്സ് ഉണ്ട്? 1 2 3 4. 4 സൈഡ്സ് ആണ് ഉള്ളത്. സൈഡ് 4 എണ്ണമാണ്. എന്നാൽ ഡയഗണൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഏത് പോളിഗൺ എടുത്താലും അല്ലെങ്കിൽ ബഹുഭുജം എടുത്താലും അതിന്റെ വികരണം അല്ലെങ്കിൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഒരു മൂലയിൽ നിന്നും എതിർ മൂലയിലേക്ക് വരയ്ക്കുന്ന വരയാണ് ഡയഗണൽ. ഈ മൂലയിൽ ഞാൻ നേരെ എതിർ മൂലയിലേക്ക് 1 വരച്ചു. ഇനി ഇവിടെ ഒരു മൂലയുണ്ട്, അതിന്റെ എതിർ മൂലയിലേക്ക് ഞാൻ മറ്റൊന്ന് വരച്ചു. എന്ന് വെച്ചാൽ ഇവിടെ 2 എണ്ണേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് വികരണം അല്ലെങ്കിൽ ഡയഗണൽ 2 എണ്ണമാണ് ഉള്ളത്. രണ്ടും ഈക്വൽ അല്ല. 4 വശങ്ങളുണ്ട്, പക്ഷെ 2 വികരണങ്ങളേ ഉള്ളൂ. അപ്പൊ രണ്ടും ഈക്വൽ ആയി വരുന്ന പിന്നെ പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജം ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് വശങ്ങളുടെ എണ്ണവും വികരണങ്ങളും തുല്യമായിരിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്? ഏത് ആൻസർ വരിക? വശങ്ങളുടെ എണ്ണവും വികരണവും ഈക്വൽ ആവണം. അതിന് വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. വികരണങ്ങളുടെ എണ്ണവും വശങ്ങളുടെ എണ്ണവും കാണാനായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഇപ്പൊ തന്നെ മനസ്സിലാക്കുക. അതിന്റെ ആൻസർ വരുന്നത് പഞ്ചഭുജം അഥവാ പെന്റഗൺ ആണ്. പെന്റഗൺ. ഇവിടെ ഓപ്ഷൻ തന്ന ചതുർഭുജം എന്ന് വെച്ചാൽ ക്വാഡ്രിലാറ്ററൽ ആണ്. 4 വശങ്ങളുള്ള 4 സൈഡുള്ള പോളിഗൺ ആണ്. പഞ്ചഭുജം എന്ന് വെച്ചാൽ പെന്റഗൺ ആണ്. 5 സൈഡാണ് ഉണ്ടാവുക. ഷഡ്ഭുജം നിങ്ങൾക്കറിയാം, അതുപോലെ അഷ്ടഭുജമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മൾ ആൻസർ വരുന്നത് പഞ്ചഭുജമാണ് അഥവാ പെന്റഗൺ ആണ്. അതിന്റെ കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഇപ്പത്തെ 1 2 3 അല്ലെ, 4 5. 5 സൈഡ്സ് ഞാൻ വരച്ചു. ഇതിന്റെ സൈഡ് നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 5 ആണ്. 5 സൈഡാണ് ഉള്ളത്. സൈഡ് 5 ആണ്. ഇനി നമ്മൾ എത്ര വികരണം കൊണ്ട് നോക്കാം. ഞാൻ ഈ മൂല സെലക്ട് ചെയ്യുകയാണ്. നേരെ അതിന്റെ എതിരായിട്ടുള്ള ഇതൊരു എതിർമൂലയാണ്. ഒരു വര വരച്ചു. ഇവിടെ ഇങ്ങോട്ടേക്ക് ഇതും അതിന്റെ ഒരു ഓപ്പോസിറ്റ് മൂല തന്നെയാണ്, വെർട്ടെക്സ് തന്നെയാണ്. സോ 2 എണ്ണം കിട്ടി. അവിടെ നിന്ന് കഴിഞ്ഞു 2 എണ്ണമായേ. ഞാൻ ഈ മൂല സെലക്ട് ചെയ്തെടുക്കുവാണ്. ആ മൂല സെലക്ട് ചെയ്തെടുത്ത അതിൽ അതിന്റെ നേരെ എതിരായിട്ട് കാണുന്ന 1 ഈ ഒരു മൂല 3 എണ്ണമായേ. അടുത്ത നേരെ ഇവിടെയും ഒരു മൂലയുണ്ട്. അപ്പൊ ടോട്ടൽ 4 എണ്ണമായേ.
ഇനി ഞാൻ മറ്റൊരു മൂല ഈ ഒരു മൂല തിരഞ്ഞെടുക്കാൻ പോവാണ്. ഇത് ഞാൻ എടുക്കുവാണെങ്കിൽ അവിടെ നോക്കിയേ, ഈ മൂലയിൽ നേരെ ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് ഒരു വര റെഡ് പോയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ പോവാത്തതാ, നേരെ ഇവിടത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചു. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം കിട്ടി? 5 എണ്ണം കിട്ടി. ഇനി നിങ്ങൾക്ക് വരക്കാൻ പറ്റില്ലല്ലോ, ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെയും 5 വശങ്ങളുണ്ട്, 5 ഡയഗണലുണ്ട്, രണ്ടും ഈക്വൽ ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് പെന്റഗൺ, ആൻസർ വരുന്നത് പെന്റഗൺ ആണ്. പെന്റഗൺ എന്നാണ് പറയുക. ഓക്കെ, പഞ്ചഭുജം മീൻസ് പെന്റഗൺ. ഓക്കെ, പെന്റഗൺ എന്നാണ് വരിക, പെന്റഗൺ. അടുത്ത ഇതിന്റെ കൂടെ തന്നെ ദേശീയ ഗണിത ശാസ്ത്ര ദിനം, നാഷണൽ മാത്തമാറ്റിക്കൽ ഡേ ആണ്, മാത്തമാറ്റിക്സ് ഡേ ആണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ദേശീയ ഗണിത ശാസ്ത്ര ദിനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ വരുക? എപ്പോഴാണ്? ഡിസംബർ 22 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് ഒന്നും കൂടി അതിന്റെ കൂടെ ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റൻ ആണ്, മനസ്സിലാക്കി വെക്കുക. നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ഡിസംബർ 22 അടുത്തത് വീണ്ടും ക്വസ്റ്റ്യൻ ചിത്രത്തിൽ കാണുന്ന ചതുരത്തിൽ നിന്ന് പരമാവധി വലിപ്പമുള്ള ഒരു സമചതുരം മുറിച്ചു മാറ്റിയാൽ ശേഷിച്ച ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചത്. അതായത് ഈ തന്നിരിക്കുന്ന റെക്റ്റാങ്കിൾ, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, ചതുരമാണ്. ഇവിടെ നിന്നും നമുക്ക് മുറിച്ചു മാറ്റാം. പലതരത്തിലുള്ള സമചതുരം വേണമെങ്കിൽ മുറിച്ചു മാറ്റാം അല്ലെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ളിൽ നിന്ന് ചെറിയ സമചതുരം മുറിച്ചു മാറ്റാം. സമചതുരം എന്ന് വെച്ചാൽ എന്താണ്? സ്ക്വയർ ആണ്, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം. ഇങ്ങനെ മാറ്റാം. അല്ലെങ്കിൽ വലിയ സമചതുരം ഇങ്ങനെയൊക്കെ മുറിച്ചു മാറ്റാം. ഇവിടെ ചോദിച്ചത് അതൊന്നുമല്ല. ഇവിടുന്ന് നമുക്ക് മുറിച്ചു മാറ്റാൻ പറ്റുന്ന ഏറ്റവും വലിപ്പം, പരമാവധി വലിപ്പമുള്ള സമചതുരം ആണ് ചോദിക്കുന്നത്. സമചതുരം ഇവിടുന്ന് മുറിച്ചു മാറ്റണം. അപ്പൊ ഏതാ വരിക? പരമാവധി വലിപ്പമുള്ള സമചതുരം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുറിച്ചു മാറ്റണം. ഏതാ വരിക? നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. എന്താ ചെയ്യുക? ഒന്നും നോക്കണ്ട. ഇത് നീളത്തിൽ 15 ആണ് നീളമുള്ളത്, ഇങ്ങോട്ട് 8 ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരമാവധി വലിപ്പമുള്ള സമചതുരം എന്ന് വെച്ചാൽ എന്നാൽ ഒരു സൈഡ് നിർബന്ധമായിട്ട് എന്ത് ഉണ്ടാവണം? 8 തന്നെ ആയിരിക്കണ്ടേ? അതിൽ കുറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് കാര്യമുണ്ടോ? അതിൽ കുറഞ്ഞെടുത്താൽ ചെറുതാവും. അപ്പോൾ പരമാവധി വലിപ്പം ആവില്ല. അപ്പോൾ പരമാവധി വലിപ്പം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഒരു സൈഡ് 8 ആയിട്ട് തന്നെ എടുക്കുക. സ്ക്വയർ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്കും 8 സെന്റിമീറ്റർ തന്നെ എടുക്കുക. 8 സെന്റിമീറ്റർ തന്നെ നിങ്ങൾ എടുക്കുക. അങ്ങനെ എല്ലാ സൈഡും 8 സെന്റിമീറ്റർ വീതം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന സമചതുരമായിരിക്കും ഇതിൽ നിന്നും നമുക്ക് മുറിച്ചു മാറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ക്വയർ. ഓക്കെ, അല്ലാതെ ഇതിന്റെ അപ്പുറത്തെ ഒരു വലുതും നമുക്ക് ഇനി മുറിച്ചു മാറ്റാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അങ്ങനെ നമ്മൾ ചോദിച്ചത് പക്ഷെ ആ സ്ക്വയറിന്റെ ഏരിയ എത്രയാണെന്നല്ല, അങ്ങനെ മുറിച്ചു മാറ്റിയാൽ ശേഷിച്ച ഭാഗം, ഇവിടെ ശേഷിച്ച ഭാഗം എന്ന് വെച്ചാൽ ഇവിടെ ബാക്കിയുള്ളത് ഈ ഭാഗമല്ലേ, ഇതാണ് അവിടെ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇതിന്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ശേഷിച്ച മഞ്ഞ ഭാഗത്തിന്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മഞ്ഞ ഭാഗത്തിന്റെ പരപ്പളവ് കാണാൻ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഈ റെക്റ്റാങ്കിളിന്റെ ഈ ചതുരത്തിന്റെ പരപ്പളവിൽ നിന്നും ഇപ്പൊ കിട്ടിയ സമചതുരത്തിന്റെ പരപ്പളവ് മൈനസ് ചെയ്താൽ പോരെ? അപ്പൊ ഇത് കിട്ടൂലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടോട്ടൽ ഏരിയ എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ടോട്ടൽ ഏരിയ എന്ന് വെച്ചാൽ റെക്റ്റാങ്കിളിന്റെ ഏരിയ ആണ് കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ചതുരത്തിന്റെ പരപ്പളവാണ് കാണുന്നത്. അത് നിങ്ങൾക്കറിയാം, നീളം ഗുണിക്കണം വീതിയാണ്, ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇവിടെ 15 ആണ്, ബ്രെഡ്ത്ത് ഇവിടെ 8 ആണ്. രണ്ടും കൂടെ ഗുണിക്കുക. 10നെ 8 കൊണ്ട് ഗുണിച്ച് 80 ആണ്, 5നെ 8 കൊണ്ട് ഗുണിച്ച് 40 ആണ്. ടോട്ടൽ ആൻസർ 120 ആണ് വരിക. കറക്റ്റ് അല്ലേ? 120 ആണ് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ടോട്ടൽ 120 ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? സമചതുരത്തിന്റെ ഏരിയ കാണും. അതായത് ഏരിയ ഓഫ് സ്ക്വയർ അല്ലെങ്കിൽ സമചതുരത്തിന്റെ ഏരിയ. അത് കിട്ടാൻ നിങ്ങൾക്ക് ഒരു പണിയില്ല. സമചതുരത്തിന്റെ ഏരിയ കാണാൻ നിങ്ങൾ എല്ലാവരും പഠിച്ചാണ്. സൈഡിനെ സൈഡ് കൊണ്ട് ഗുണിച്ചാൽ മതി. വശം ഗുണിക്കണം വശം. ഇവിടെ സമചതുരം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഒരു സൈഡ് 8 ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ ഇതും 8 തന്നെയാണ് അല്ലേ? എല്ലാം 8 ആണ്. അപ്പൊ 8ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 8 ഗുണിക്കണം 8 എന്ന് എഴുതും. ആൻസർ 64 ആണ് വരിക. അതും കിട്ടി, 64. ഇനി ഇപ്പൊ ബാക്കി ഭാഗം കിട്ടുന്ന എന്ത് ചെയ്യണം? ടോട്ടൽ ഏരിയ 120 ആണ്. അതിൽ ഈ ഭാഗത്തിന്റെ മാത്രം 64 ആണ്. അപ്പൊ ഈ ഭാഗത്തിന്റെ മാത്രം എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ടും കൂടെ കൂട്ടിയാലാണ് 120 കിട്ടേണ്ടത്. അപ്പൊ ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങളെ ബുദ്ധി പ്രയോഗിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആൻസർ വരുന്നത് ടോട്ടൽ ആയിട്ടുള്ള 120ൽ നിന്നും ഇപ്പുറത്തെ 64 കുറച്ചാൽ മതി. ആൻസർ എത്ര വരും? 120 60 പോയാൽ 60 വരും ആൻസർ. പക്ഷെ ഒരു 4 കൂടി പോയാൽ ആൻസർ 56 അല്ലെ, 56 ആണ് വരിക. 56 ഇവിടെ നോക്കിയതാ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 56 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ ടീച്ചർ ആവാൻ പോകുന്നവരാണ്. അപ്പോൾ മാത്സ് അറിയില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. ഇനിയെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേ പറ്റൂ, കാരണം അറിഞ്ഞേ പറ്റൂ. ഓക്കെ, അതിന് നമുക്ക് വേറെ സൊല്യൂഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ടൈം കണ്ടെത്തിയിട്ട് മാത്സ് കൃത്യമായിട്ട് പഠിക്കണം. കാരണം സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പഠിപ്പിക്കേണ്ടി വരും. നിങ്ങൾ യു പി സ്കൂൾ വരെ പോകുന്നതാണെങ്കിൽ നിങ്ങൾ എല്ലാം പഠിപ്പിക്കണം. അതായത് നിങ്ങളുടെ സബ്ജക്ട് ഏതാണ് അത് മാത്രമല്ല, നിങ്ങൾ എല്ലാം പഠിപ്പിക്കണം. ഹിന്ദി ഒഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരും. ഹിന്ദി, അറബി, ഉറുദു, ഓക്കെ, മെയിൻ കാറ്റഗറി 4 ബേസ് ലാംഗ്വേജ് ഒഴികെയുള്ള ബാക്കിയെല്ലാം നിങ്ങൾ പഠിപ്പിക്കണം. അടുത്തത് 7226നോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണ് 9ന്റെ ഗുണിതമാകുന്നതെന്ന് ചോദിച്ചത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ട്. 7226 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിപ്പോ എന്തല്ല, 9ന്റെ മൾട്ടിപ്പിൾ അല്ല, 9ന്റെ ഗുണിതമല്ല. 9 കൊണ്ട് ഇതിനെ പൂർണ്ണമായി നിങ്ങൾക്ക് ഹരിക്കാനൊന്നും പറ്റില്ല.
എന്നാൽ അതിനോട് ഈ തന്നിരിക്കുന്നതിൽ ഏതോ ഒരു നമ്പർ കൂട്ടിയാൽ എന്ത് പറ്റും? അത് 9ന്റെ മൾട്ടിപ്ലൈ മാറും, 9ന്റെ ഗുണിതമായി മാറും. അപ്പൊ അങ്ങനെ കൂട്ടേണ്ട ആ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും അത്? എങ്ങനെ ചെയ്യും? അത്രേ കിട്ടുക? വളരെ എളുപ്പത്തിൽ കിട്ടും. ആൻസർ എന്താ വരിക? നിങ്ങൾ അങ്ങനെ നോക്കാൻ നമ്മൾ അന്ന് മാത്സ് കാറ്ററ്റിന്റെ പിന്നെ ക്ലാസ് ചെയ്തതിൽ ടോപ്പിക് വൈസ് ക്ലാസ് ചെയ്തതിൽ നിങ്ങൾ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഏത് നമ്പറിനെയും നമുക്ക് മറ്റൊരു നമ്പറോട് ഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇപ്പോൾ പോകണ്ട, നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഏത് നമ്പർ തന്നിട്ടും അതിന് 9ന്റെ ഗുണിതമാണോ നോക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന നമ്പറിലെ എല്ലാ അക്കങ്ങളും കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ മതി, എല്ലാ ഡിജിറ്റ്സും കൂടെ ആഡ് ചെയ്താൽ മതി. അങ്ങനെ ആഡ് ചെയ്തിട്ട് കിട്ടുന്നത് 9ന്റെ ഗുണിതമാണെങ്കിൽ, 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറും 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അതായത് 7ഉം 2ഉം കൂട്ടിയാൽ 9 ആണ്, 9ഉം 2ഉം കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയാം എത്ര വരും? 11 ആണ്, 11ഉം 6ഉം കൂട്ടിയാൽ 17 ആണെന്ന് അറിയാം. ഈ 17 9ന്റെ ഗുണിതം ആയിരുന്നുവെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ 9ന്റെ ഗുണിതമായിരിക്കും. ഇവിടെ 17 എന്ന് വെച്ചാൽ 9ന്റെ ഗുണിതമല്ല, നിങ്ങൾക്കറിയാലോ. അപ്പൊ ഈ തന്നിരിക്കുന്ന വലിയ നമ്പർ 7226 എന്തല്ല? 9ന്റെ ഗുണിതമല്ല. അത് 9ന്റെ ഗുണിതം ഇനി ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും നമ്പർ കൂട്ടോ കുറക്കോ വേണ്ടി വരും. അത് കൂട്ടണമെങ്കിൽ ഏത് നമ്പറാണ് കൂട്ടേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഈ 17ന്റെ കൂടെ ഏത് കൂട്ടിയാലാണ് 9ന്റെ ഗുണിതം ആവുക എന്ന് നോക്കിയാൽ മതി. ഉദാഹരണത്തിന് 17ന്റെ കൂടെ ഈ 4 നിങ്ങൾ കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 21 ആണ്. 21 9ന്റെ ഗുണിതമാണോ? അല്ലല്ലോ. 1 9 9 20 18 3 9 27 ആണ് ആവുക. 21 9ന്റെ ഗുണിതമല്ല. അപ്പൊ പിന്നെ 4 കൂട്ടിയിട്ട് കാര്യമില്ല. ഇനി 17ന്റെ കൂടെ ഈ 2 കൂട്ടി നോക്കിയേ. 17 2 19 വരിക. 19 9ന്റെ ഗുണിതമല്ലല്ലോ. അപ്പൊ ഈ 2 കൂട്ടിയിട്ടും കാര്യമില്ല, അതും പോയി. ഇനി 3 കൂട്ടി നോക്കിയേ. 17 3 20 ആണ്. 9ന്റെ ഗുണിതമല്ലല്ലോ. അല്ല, അതും വേണ്ട. പിന്നെ 1 ആണ് വരുന്നത്. 17ന്റെ കൂടെ നിങ്ങൾ 1 കൂട്ടിയാൽ ആൻസർ എത്ര വരും? 18 വരും. 18 9ന്റെ ഗുണിതമല്ലേ? അല്ലേ? ഉറപ്പല്ലേ? അപ്പൊ 18 9ന്റെ ഗുണിതം ആയതുകൊണ്ട് തന്നെ ഈ 7226ന്റെ കൂടെ നിങ്ങൾ ഇവിടെ കൂട്ടി അതേ 1 കൂട്ടിയാൽ മതി. ആൻസർ 7227 ആണ് വരിക. ഈ തന്ന സാധനം ഒന്ന് തന്നെ ആയിരിക്കും, 9ന്റെ ഗുണിതമായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഏത് നമ്പർ കിട്ടിയാലും 9ന്റെ ഗുണിതം ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ട്രിക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് 1 ആണ് വരിക. 1 ആണ് കൂട്ടേണ്ടത്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതാ വീണ്ടും ഇതാ ചിത്രത്തിലെ ഏറ്റവും വലിയ കോണിന്റെ അളവ് എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചത്. എവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, അതിൽ ഓരോ കോണും ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ഭാഗം 90 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്, മറ്റൊന്ന് x ആണ്, മറ്റേ 2x ആണ്, പിന്നെ 3x ആണ്. പക്ഷെ ചോദിച്ചതിൽ ഏറ്റവും വലിയ കോണിന്റെ അളവ് എത്രയാണ്? ഇവിടെ ഏറ്റവും വലിയ കോൺ ഏതാ? 90, പിന്നെ x ഉണ്ട്, പിന്നെ 2x, പിന്നെ 3x. ഈ ചിത്രം കാണുമ്പോൾ തന്നെ വലിയ വായി തുറന്ന് ഇതാ ഇങ്ങനെ വലുതായിട്ട് വായി തുറന്നിരിക്കുന്നത് ആരാണ്? ഈ 3x ആണ്. എന്ന് വെച്ചാൽ 3x ആണ് ഇവിടുത്തെ വലിയ കോണ്. അതിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചത്. അതിനേക്കാൾ ചെറുതാണ് 2x ഉം x ഉം. പിന്നെ 90 എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ചെറുതാണ്. ഇത് 90 ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രേ 90 വരും. ബാക്കിയും കൂടി നീട്ടിയതാണ് നമ്മുടെ ഈ സാധനം 3x. അപ്പൊ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി ഇവരുടെ പോസ് ചെയ്ത്, ഞാൻ പറഞ്ഞു എപ്പോഴും പോസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുമ്പോൾ തന്നെ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തണം. നിങ്ങൾക്കറിയാം മാത്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള ആകെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ നടുക്കൊരു ബിന്ദു ഉണ്ട്, അതിന് ചുറ്റുമുള്ള മൊത്തത്തിലുള്ള കോണുകൾ കൂട്ടിയാൽ 360 ഡിഗ്രി വരും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ കൂട്ടാൻ പോയി നോക്കിക്കോ. ആദ്യം ഞാൻ x കൂട്ടാം. ഓരോ കോണുകളായിട്ട് കൂട്ടുന്നത്. ഈ എല്ലാ കോണും കൂട്ടിയാൽ മൊത്തത്തിലുള്ള ഏതായിരുന്നാ ഇപ്പൊ ഒരു ബിന്ദുവിന് ചുറ്റും ഞാനിപ്പോ 2 കോൺ എടുക്കുന്നെങ്കിൽ ഇതും ഇപ്പുറത്തുള്ള മൊത്തത്തിലും കൂട്ടാൻ 360 ആണ്. ഇനി ഞാനിവിടെ 3 കോൺ എടുത്താൽ ഇതും കൂട്ടിയാൽ 3ഉം കൂട്ടിയാൽ 360 കിട്ടണം. അതായത് ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള എത്ര കോണുണ്ടോ അതെല്ലാം കൂട്ടിയാൽ 360 ആയിരിക്കണം. ഇവിടെ കുറേ എണ്ണം ഉണ്ട്. 1 2 3 4 എണ്ണം ഉണ്ട്. 4ഉം കൂട്ടിയാൽ 360 ആവും. അപ്പൊ ഞാൻ കൂട്ടാൻ പോകുന്നത് നോക്കിക്കോ. ആദ്യം ഞാൻ x കൂട്ടുന്നു, x പ്ലസ്, പിന്നെ 2x കൂട്ടുന്നു, 2x പ്ലസ്, പിന്നെ ഞാൻ ഈ 3x കൂട്ടുന്നു, 3x പ്ലസ് നാലാമത്തെ 90ഉം കൂടി കൂട്ടുന്നു. ആൻസർ എന്തായാലും 360 കിട്ടണം. ഇനി ഇതെല്ലാം കൂടി കൂട്ടിയേ. x ഉം 2x ഉം കൂട്ടിയാൽ നിങ്ങൾക്കറിയാം 3x ആണ്. 3x ഉം കൂട്ടിയാൽ 6x ആണ്. 6xന്റെ കൂടെ 90 കൂട്ടിയാൽ നമുക്ക് കിട്ടേണ്ടത് 360 തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഒരു നമ്പറിനെ വേണമെങ്കിൽ ഈസിയായിട്ട് എടുക്കാം. കാരണം നമുക്ക് x ന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന് ഇങ്ങോട്ട് ചാടിയാൽ എന്താവും? പ്ലസ് 90 ആണ്. നേരെ ഇപ്പുറത്തേക്ക് പോയാൽ അത് എന്താവും? മൈനസ് 90 ആവും. അതായത് 6x മാത്രമേ ഇവിടെയുള്ളൂ. 360 അപ്പുറത്തെ സൈഡിലുണ്ട്. ഇവിടുത്തെ പ്ലസ് 90 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 90 ആയി. അപ്പൊ ആൻസർ എന്ത് വരും? 360 90 പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൻസർ 270 ആണ്. 270 ഡിഗ്രി. നമുക്ക് 6x അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താ? ഇതിലെ ഏറ്റവും വലിയ കോൺ എത്രയാണെന്നാണ്. ഏറ്റവും വലിയ കോൺ എന്ന് വെച്ചാൽ എത്രയാ? 3x അല്ലേ? 6x 270 ആണെങ്കിൽ 3x എത്രയായിരിക്കും? 6xന്റെ അളവ് 270. അപ്പൊ 3x എത്രയായിരിക്കും? അതിന്റെ നേരെ പകുതിയല്ലേ? അപ്പൊ 270ന്റെയും പകുതി എടുത്താൽ മതി. by 2. ആൻസർ എത്ര വരും? 270ന്റെ പകുതി എന്ന് വെച്ചാൽ 135 ആണ് വരിക. ആൻസർ 135 ഡിഗ്രി ആണ്. ഇതൊക്കെ എത്ര പെട്ടെന്ന് കിട്ടും നോക്കിയേ. സിമ്പിൾ ആയിട്ട് കിട്ടും നോക്കിയേ. എളുപ്പല്ലേ? അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ആണ്. എല്ലാം ടെക്സ്റ്റ് ബുക്ക് ബേസ് ആണ്. നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്താൽ തന്നെ അത്യാവശ്യം നമുക്ക് മാത്സിൽ ബേസ് ഉണ്ടാക്കാം. അടുത്തത് വീണ്ടും ഈ ചിത്രത്തിൽ കോൺ ABD 30 ഡിഗ്രി ആണ്. ABD എന്ന് വെച്ചാൽ ഇവിടെ ചെറിയ കോണാണ്. ഈ ചെറിയ കോണിന്റെ അളവ് 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. DBC 60 ഡിഗ്രി ആണ്. DBC എവിടെയുള്ള നോക്കുക. D ഇതാ, B ഇതാ, C ഇതാ. അപ്പൊ ഇത് 60 ഡിഗ്രി ആണ്. ADB 100 ഡിഗ്രി ആണ്. ഇവിടെയുള്ള ഈ ചെറിയ കോൺ ഇത് 100 ഡിഗ്രി ആണ്. ചോദിച്ചത് K യുടെ വില എത്രയാണെന്ന് ചോദിച്ചത്. K ഇതാണ്, ഇത് എത്രയാണെന്ന് ചോദിച്ചത്. കിട്ടണം എന്ത് ചെയ്യണം? നമുക്കറിയാം K കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരു ത്രികോണം കിട്ടിയ അതിന്റെ 3 കോണും കൂട്ടിയാൽ എത്രയാണ് വരിക? ഒരു ത്രികോണത്തിൽ 3 കോണുകളും കൂട്ടിയാൽ
180 ഡിഗ്രി നിങ്ങൾക്കറിയാം അല്ലേ? 180 ഡിഗ്രിയാണ്. അതിൽ ഈ ത്രികോണം മൊത്തത്തിലെടുത്താൽ വലിയ ത്രികോണം മൊത്തം എടുത്താൽ ABC ആണ് അല്ലേ? ത്രികോണം ABC ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ ഒന്നാമത്തെ കോണ് A ആണ്, 2 കോണ് B ആണ്, 3 കോണ് C ആണ്. ഇത് മൂന്നും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതിൽ എയുടെ സ്ഥാനത്താണ് ഒന്നും ഇല്ലാത്തത്, നമുക്ക് അറിയില്ല എത്രയാണ്. ബിയുടെ സ്ഥാനത്ത് നമുക്ക് എത്ര പറയാം? ബി മൊത്തത്തിലാണ് 60 30 കൂട്ടിയാൽ 90 ഡിഗ്രിയാണ് ബി വരിക. കോണ് സിന്റെ സ്ഥാനത്ത് കെ ആണുള്ളത്, ആ കെയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എയുടെ അളവും കൂടെ കിട്ടിയാൽ നമുക്ക് കെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ എ കിട്ടാൻ എന്താ വഴിയുണ്ടോ നോക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആണ്. ഇവിടെയുള്ള ഈ ചെറിയ ത്രികോണം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. ഈ തന്നിരിക്കുന്ന ചെറിയ ത്രികോണം മാത്രം നിങ്ങൾ നോക്കുക. ഈ ചെറിയ ത്രികോണം മാത്രം എടുത്താൽ അതിൽ ഒരു കോണ് 30 ആണ്, മറ്റൊന്ന് 100 ആണ്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ കോണ് കിട്ടാൻ പണിയുണ്ട. ഇത് 100 ഇത് 30 രണ്ടും കൂട്ടിയാൽ 130 ആയി. അപ്പോൾ ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് ആ 130 കുറച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 50 ഡിഗ്രി കിട്ടും. ഏത് ത്രികോണം എടുത്താലും മൂന്നും കൂട്ടിയാൽ 180 കിട്ടണം. അതിൽ ഈ ചെറിയ മഞ്ഞ കളർ അടിച്ച ചെറിയ ത്രികോണം മാത്രം എടുത്താൽ ഒന്ന് 100 ആണ്, മറ്റേത് 30 ആണ്. അപ്പോൾ 100 30 130 ആയി. അപ്പോൾ ബാക്കി 50 കൂടി ഉണ്ടെങ്കിലാണ് 180 ആവുക. അപ്പോൾ അത് 50 ഡിഗ്രി നമുക്ക് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ കിട്ടുക. ഞാൻ ഈ പറഞ്ഞ പോലെ എയും ബിയും സിയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. 180 ആണ്, 180 ഡിഗ്രി കിട്ടണം. ഇനി നോക്കിക്കോ, എയുടെ അളവ് ഇപ്പം കിട്ടി 50 ഡിഗ്രിയാണ്, പ്ലസ് കോൺ ബിയുടെ അളവ് 60 30 കൂട്ടിയാൽ 90 ആണ്, പ്ലസ് കോൺ സി കെ ആണ്, എല്ലാം കൂട്ടിയാൽ 180 കിട്ടണം. 90 50 കൂട്ടിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം 140 ആണ് വരും അല്ലേ? അപ്പോൾ കെയുടെ കൂടെ 140 കൂട്ടിയാൽ 180 ആവും. അപ്പോൾ കെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 140ന്റെ കൂടെ കെ കൂട്ടിയാൽ 180 കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ 140ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 180 ആവുക നോക്കുക. എത്ര കിട്ടുക? ആൻസർ 40 അല്ലേ? അല്ലെങ്കിൽ 180 140 കുറച്ചാലും മതി, ആൻസർ 40 കിട്ടും. നമ്മുടെ ആൻസർ വരുന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള 40 ആണ് വരിക. 40. ഓക്കെ, അതും കിട്ടിയെന്ന് വിചാരിക്കും. സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ക്ലോക്കിൽ സമയം 3 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാക്കുന്ന കോൺ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇത് ലോജിക് വെച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഒരു വാച്ചോ അല്ലെങ്കിൽ ക്ലോക്കോ നിങ്ങളുടെ മനസ്സിൽ കിട്ടിയാൽ മതി. ഇതാണ് ക്ലോക്ക് എന്ന് വിചാരിക്കുക. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്, നേരെ താഴെ 6 ഉണ്ട്, ഇവിടെ 12 ഉണ്ട് അല്ലെ? 3 മണി വെച്ച് നിങ്ങൾക്ക് അറിയാം എന്താ വരിക? നേരെ മണിക്കൂർ സൂചി ഇങ്ങനെ വരും, മിനിറ്റ് സൂചി നേരെ 12ന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ എത്രയായിരിക്കും ഇവിടുത്തെ കോണളവ്? ഒരു സംശയം വേണ്ട, 90 ഡിഗ്രിയാണ് വരിക. ഓക്കെ, 90 ഡിഗ്രിയാണ് ആൻസർ. ഇനി ഇങ്ങനെ പറയാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോണളവ് കാണാൻ ഒരു ട്രിക്ക് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര മാത്രം കണ്ട ഒന്ന് 30h കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ 11/2 മിനിറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് രണ്ടിന്റെയും വ്യത്യാസം എടുക്കുക. ഈ രണ്ടും കണ്ടുപിടിച്ച് അതിൽ വലുത് ഏതാണോ വലുതിന് ചെറുത് കുറക്കുക. അതായത് ഇവിടെ തന്ന സമയം 3 മണിയല്ലേ? 3 മണി ഇങ്ങനെ എഴുതാം. അതിൽ 3 വെച്ച മണിക്കൂറാണ്, ഇതാണ് h, 30 മണിക്കൂർ. ഇപ്പുറത്ത് എഴുതുന്നതാണ് മിനിറ്റ്, ഇതാണ് മിനിറ്റ്. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ 2:15 എന്ന് വെച്ചാൽ 2:15 എന്ന് എഴുതും. അപ്പം മണിക്കൂർ 2 ആണ്, 15 മിനിറ്റ് ആണ്. 2 മണിക്കൂറും 15 മിനിറ്റും. അത് തന്നെ ഇവിടെ 3 മണിക്കൂറും 0 മിനിറ്റും, അതാണ് 3 മണി. ഇനി തന്ന സാധനം എടുക്കാം, 30 മണിക്കൂർ, 30 × h എന്ന് വെച്ചാൽ 30 × മണിക്കൂർ 30 3 ആണ്, 30 × 3 90 വന്നു. അടുത്ത 11/2 മിനിറ്റ് ആണ്. മിനിറ്റ് ഇവിടെ ഒന്നുമില്ല, 0 ആണ്. അപ്പോൾ പിന്നെ 11/2 മിനിറ്റ് എന്ന് വെച്ചാൽ 11/2 × 0 ആണ് വരിക. ആൻസർ 0 ആണ്. 90ഉം 0 തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ എത്ര തന്നെ വരിക? 90 വരിക. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 90 ഡിഗ്രിയാണ് വരിക. ഓക്കെ, 90 ഡിഗ്രി. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 3:15 ആണെന്ന് വിചാരിക്കും. ഇതിന്റെ 3:15 ആണെങ്കിൽ ആ ക്ലോക്കിന്റെ കോണളവ് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം 30h കണ്ടുപിടിക്കുക. 30h വെച്ചാൽ 30 ഗുണിക്കണം h മണിക്കൂറാണ്, 3 മണിക്കൂറാണ്, 90. 15 മിനിറ്റ് ആണ്. അപ്പോൾ 11/2 മിനിറ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി 15ന് വരെ ഞാൻ 20 ആക്കാം, 3 20 ആക്കാം. ഓക്കെ, അപ്പോൾ 11/2 ആണ് × 20 ആണ് വരിക മിനിറ്റിന് പകരം. അപ്പോൾ എന്ത് വരും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്താൽ 10 കിട്ടും. അപ്പോൾ ആൻസർ 110 ആണ് വരിക. അപ്പോൾ 90 110 തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. ഓക്കെ, 110 കുറക്കണം 90, ആൻസർ വരുന്നത് 20 ഡിഗ്രി വരും അല്ലേ? ഇങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുക. എന്തോ ആവട്ടെ. അപ്പോൾ മാത്സിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നിങ്ങൾ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാം പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. പറ്റുന്ന പോലെ നിങ്ങൾ പഠിക്കുക. അതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മാത്സൊക്കെ അത്യാവശ്യം ബേസ് ഉണ്ടാക്കിയെടുക്കണം. നിർബന്ധമായിട്ടും ബേസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റ് സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ PDF മെറ്റീരിയൽ ഒക്കെ അവസാന ഘട്ടത്തിൽ വായിച്ച് പഠിക്കാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.